രാത്രിക്ക് ചപ്പാത്തിക്കൊപ്പം ഈസി ആയിട്ടൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊഴുപ്പ് കൂടിയ ഏതെങ്കിലും ഒരു സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിൽ പോലും അത് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് നമ്മൾ കൊഴുപ്പ് കൂട്ടിയാണ് കഴിക്കുന്നത്. എന്നാൽ ഡയറ്റിംഗ് ഫലപ്രദമാകണമെങ്കിൽ ചപ്പാത്തിക്കൊപ്പം കൊഴുപ്പ് കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പം അങ്ങനെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തി. ഇത് തന്നെ 3 തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്നാമത്തെ തരത്തിലുള്ളത് നമുക്കിപ്പോൾ പരിചയപ്പെടാം. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്ന് നോക്കിക്കോളൂ. ഒരു 3 തക്കാളി ഉണ്ട്, സാമാന്യ വലിപ്പമുള്ള ഒരു സവാള ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 ഉള്ളി വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയിലേക്ക് സവാള, ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഏകദേശം നല്ല ചുവന്ന നിറമായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് സിമ്മിലാക്കിക്കോളൂ. നല്ലവണ്ണം ഇളക്കി കൂട്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. തക്കാളി ഒരു പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് ഇത് ഞാൻ കോരി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ തക്കാളി ഒന്ന് ആവി കയറി ഒന്ന് വഴന്നത് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചേക്കാണ്. കാരണം ഇത് ചൂടോടുകൂടി മിക്സിയിലോട്ട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ആക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒരു മിക്സ് ചെയ്ത് ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ രുചികരമായ തക്കാളി ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് തക്കാളി ചമ്മന്തിയാണ് ഇനി ഉണ്ടാക്കാൻ കാണിക്കുന്നത്. ഇതൊരു തട്ടുകട സ്റ്റൈൽ തക്കാളി ചമ്മന്തിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ തക്കാളി ചമ്മന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സവാള, നമുക്ക് സവാള പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അയഡിൻ്റെ അളവുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സവാള പച്ചയ്ക്ക് തിന്നുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പച്ചയ്ക്ക് സവാള തിന്നാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ചമ്മന്തി കൂടിയാണ്. തക്കാളിയുണ്ട്, 2 തക്കാളി, 2 ചെറിയ സവാള, ഒരു പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ നീര എന്ന് പറയുന്ന തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 2 or 3 ഡ്രോപ്സ് മതി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ തട്ടുകട സ്റ്റൈൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. തക്കാളി ഒന്ന് ചെറുതാക്കി മുറിച്ച് അതിനകത്തേക്ക് ഇടുക. ഇതേപോലെ തന്നെ സവാളയും ചെറിയ കുറച്ച് കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ഇടുക. നിറഞ്ഞിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇടുക. ഒരു പച്ചമുളകുണ്ട്, അതും ഇടുക. വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വിനാഗിരി 2-3 തുള്ളി ഒഴിക്കുക.
വിനാഗിരിയും കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. പ്രത്യേകിച്ച് തെങ്ങിൻ്റെ വിനാഗിരി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാണ്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇടുക. നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, റോയായിട്ട് പച്ചയ്ക്കാണ് നമ്മളിവിടെ തക്കാളിയും സവാളയും അരച്ചത്. ഒപ്പം പച്ച വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ചൂടാകാത്ത വെളിച്ചെണ്ണ എപ്പോഴും കൊളസ്ട്രോളിന് നല്ലതാണ്. ഒപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് എന്താണ്? വിനാഗിരി, തെങ്ങിൻ്റെ വിനാഗിരിയാണ്. അപ്പോൾ തേങ്ങാ വെള്ളത്തിൽ നിന്നുണ്ടാക്കിയ വിനാഗിരിയാണ്. അതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. ഒരു ടൈപ്പ് തക്കാളി ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2008 വനിതയിൽ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അച്ചടിച്ച് വന്ന ഒരു റെസിപ്പിയാണിത്. അതിനുശേഷം വനിതയിൽ തന്നെ പല ഫേമസ് ആയ പാചക വിദഗ്ധരും ഇതുണ്ടാക്കിയതിൻ്റെ ചിത്രം സഹിതമൊക്കെ റെസിപ്പി ഇട്ടേക്കാൻ കണ്ടു. എന്നാൽ ഈ ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആദ്യമായിട്ട് 2008 ഞാനാണ് വനിതയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അത് വനിതയിൽ അച്ചടിച്ച് വന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നതാണ്. ഇതിനാകെ നമുക്ക് വേണ്ടത് ഈ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ്? ചുവന്നുള്ളി വേണം, വറ്റൽ മുളക് തന്നെ വേണം. ഞാനിവിടെ ഒരു 3 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ ഞാനൊരു ചീനച്ചട്ടി ആയാലും മതി, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളിയും മുളകും ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കണം. ഉള്ളിയും വറ്റൽമുളകും കൂടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി നിൽക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. എണ്ണയിൽ നല്ലവണ്ണം മുരിഞ്ഞ് വന്നവരെ വെയിറ്റ് ചെയ്യണം. ഉള്ളിയും മുളകും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിന് വേണ്ട ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കും. ചമ്മന്തിക്ക് വേണ്ട ഉപ്പ്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്താണ് നല്ലവണ്ണം ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് അല്പം നേരം ഇത് മൂടി വെച്ച് പൊള്ളിച്ചെടുക്കണം. നമ്മുടെ തക്കാളി ഇപ്പോൾ എണ്ണയിൽ ചതച്ച മുളക് വഴറ്റിയതിലൊക്കെ കിടന്ന് നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. നല്ലവണ്ണം വഴണം കേട്ടോ. നമ്മൾ ആദ്യത്തെ ടൈപ്പിൽ സവാളയാണെങ്കിലും തക്കാളി ആണെങ്കിലും അധികം ഇട്ട് എണ്ണയിൽ വഴറ്റാണ്ടാണ് നമ്മൾ എടുത്തത്. ഇതങ്ങനെയല്ല, നല്ലവണ്ണം എണ്ണയിൽ നല്ലവണ്ണം വഴരണം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കണം. കാരണം മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി പൊള്ളിച്ചത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം.